ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുക്കിംഗ് വ്ളോഗാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ചിക്കൻ ഫ്രൈ ആണ്. പിന്നെ ഞാനിതിൻ്റെ അളവൊന്നും കറക്റ്റായിട്ട് പറയുന്നില്ല, കാരണം നമുക്ക് ഇഷ്ടമുള്ള രീതിയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് എത്ര അളവെന്നൊന്നും കറക്റ്റ് എനിക്ക് പറയാൻ പറ്റില്ല ചിക്കൻ്റെ അളവ്. അപ്പോൾ ഫസ്റ്റ് വൺ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിരിക്കുന്നത്. മല്ലിപ്പൊടി, ഗരം മസാല, ഇതൊക്കെ ജസ്റ്റ് നിങ്ങളുടെ അളവിനനുസരിച്ച് എടുക്കുക. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇതെല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ച് ജസ്റ്റ് ഒന്ന് മാറിനേറ്റ് ചെയ്ത് വെക്കുക. ഇതിൽ ഉപ്പിടാൻ ഞാൻ വിട്ടുപോയിരുന്നു കേട്ടോ, സത്യം പറഞ്ഞാൽ അത് വേറെ ഒരു സത്യം. ഇപ്പോഴാണ് ഉപ്പിടുന്നത്. പിന്നെ ഒരു നാരങ്ങയുടെ പകുതി പിഴിഞ്ഞൊഴിക്കുക. ജസ്റ്റ് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് മാറിനേറ്റ് ചെയ്ത് വെക്കുക. ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ മാറിനേറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജ് വെച്ചാലും മതി കേട്ടോ. ഞാനിത് ഫ്രിഡ്ജ് വെച്ചിട്ട് എടുക്കുകയാണ് ചെയ്തിരുന്നത്. എന്നിട്ട് ഒരു കടായി എടുത്ത് സ്റ്റവ് വെച്ചിട്ട് അതിൽ എണ്ണ ഒഴിച്ച് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമ്മൾ എണ്ണ ഒഴിച്ച് ചൂടായ ശേഷം അതിലേക്ക് കറിവേപ്പില, പച്ചമുളക്, 2 പച്ചമുളകാണ് ഞാനിവിടെ എടുത്തിരുന്നത്. അത് നടുവെ കീറി ഇട്ടേക്കാണ്. അത് ജസ്റ്റ് ഒന്ന് വഴണ്ട് വരണം. ജസ്റ്റ് ഒന്നൊരു ഇതായി വന്നു കഴിയുമ്പോഴത്തേക്കും അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള, അത് ഈ ചിക്കൻ എന്തേലും ഉണ്ടോ അതിനനുസരിച്ച് നോക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ. ഞാനിവിടെ ഒരു 4 സവാളയാണ് എടുത്തിരിക്കുന്നത്. അത് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കണം. ഫ്രൈ ചെയ്യാൻ കുറച്ച് താമസം എടുക്കും, കാരണം വെച്ചാൽ മൊരിഞ്ഞൊരു ഇതായി വരണം. കളർ നല്ല രീതിയിൽ മാറി വരണം. ആ ഒരു ആകണം. എന്നിട്ടത് മാറ്റി വെക്കണം. ഇപ്പോൾ ഏകദേശം ഒരു ഇതായിട്ടുണ്ട്, അത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും സവാള വരട്ടിയ അതേ പാനിലേക്ക് തന്നെ കുറച്ചുകൂടി എണ്ണ ഒഴിച്ച് ചൂടാവണം. അതായത് ഇപ്പോൾ സൺഫ്ലവർ ആണെങ്കിലും വെളിച്ചെണ്ണ ആണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ ഏതാണോ അത് യൂസ് ചെയ്യുക. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അതാണ് കുറച്ചും കൂടെ ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് ചൂടായ ശേഷം നമുക്ക് മാറിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഓരോന്നിട്ടെടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിവിടെ കിടന്ന് ഫ്രൈ ആവട്ടെ. അപ്പോൾ എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അങ്ങനെ മാറിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കടായിലേക്ക് ഇട്ട് കഴിഞ്ഞ ശേഷം ജസ്റ്റ് ഒരു തണ്ട് കറിവേപ്പില അതിൽ മുകളിലേക്ക് തൂളി കൊടുത്തു. അത് ഫ്രൈ ആയി, ഒരു സൈഡ് ഫ്രൈ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും മറിച്ചിട്ട് അടുത്ത സൈഡും ഫ്രൈ ആക്കി ജസ്റ്റ് ഒന്ന് ഒരു മൊരിഞ്ഞ് വരണം കേട്ടോ. എന്നാലേ അതിൻ്റെ ടേസ്റ്റ് വരത്തുള്ളൂ. മൊരിഞ്ഞ് മീൻസ് ഇച്ചിരി ഉണങ്ങണം. അപ്പം അത് ഒന്നാമത്തെ ട്രിപ്പ് സെറ്റായി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ ട്രിപ്പാണ് ഞാനിപ്പം കടായിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഇതും അതുപോലൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ ചിക്കൻ ഫ്രൈ ആയി വന്നപ്പോഴത്തേക്കും ആദ്യം ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ഇതിൻ്റെ കൂടെ ഇട്ട്, പിന്നെ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ച് സവാളയും കൂടി ഇട്ട് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയിരുന്നു. അപ്പോൾ അങ്ങനെ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഡിയേഴ്സ്.